മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസന പർവവും കഴിഞ്ഞ് അശ്വമേധ പർവത്തിലെ മരുത്തിന്റെ കഥയും അർജുനപുത്രനായ അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷത്തിന്റെ കഥയും അശ്വമേധ ചൈത്രയാത്രയും അശ്വമേധ സമാപ്തിയും ഒടുക്കം കീരി പറഞ്ഞ കഥയോടും കൂടിയാണ് ആശ്വമേധിക പർവവും അവസാനിക്കുന്നത്. അടുത്തത് മഹാഭാരതം ആശ്രമവാസ പർവമാണ്. തുടരുന്നു. അന്യാദൃശ്യമായ വിധത്തിൽ അശ്വമേധയാഗം നടത്തിയ വിജയശ്രീ ലാളിതരായ യുധിഷ്ഠിരാദികൾ ക്ഷേമകരമായ വിധത്തിൽ പ്രജാപാലനം ചെയ്തു വന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരി ദേവിക്കും രാജകൊട്ടാരത്തിൽ വേണ്ടതായ സർവ്വസുഖ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും അവരെ എല്ലാവിധത്തിൽ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ധൃതരാഷ്ട്രവുമായി കാര്യാലോചന നടത്തിയാണ് പാണ്ഡവർ രാജ്യഭാരം നടത്തിയത്. വിതുരനും സഞ്ജയനും ധൃതരാഷ്ട്രനെ സേവിച്ചു. യുയുത്സു അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. കുന്തിദേവിയും സുഭദ്രയും പാഞ്ചാലിയും മറ്റും ഗാന്ധാരിയുടെ ഏത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനെ കാത്തുനിന്നു. മക്കളൊക്കെ പോയ രാജാവിന് യാതൊരു ദുഃഖത്തിനും ഇടവരരുത് എന്ന് യുധിഷ്ഠിരൻ എപ്പോഴും തന്റെ ഭ്രാതാക്കളോട് പറയുമായിരുന്നു. ധർമ്മരാജാവിന്റെ കൽപ്പന അനുജന്മാരെല്ലാം അനുസരിക്കുകയും ചെയ്തു പോന്നു. എന്നാൽ ഭീമൻ ജ്യേഷ്ഠനെ ഭയന്നു മാത്രം ധൃതരാഷ്ട്ര രാജാവിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഉണ്ടായത്. ഇപ്രകാരം 15 വർഷക്കാലം പാണ്ഡവന്മാർ രാജഭരണം നടത്തി. ധൃതരാഷ്ട്രർ അല്പം പോലും അപ്രിയം പാണ്ഡവന്മാരിൽ ദർശിച്ചില്ല. സത്വൃത്തിയോടുകൂടി പെരുമാറുന്ന യോഗ്യന്മാരായ പാണ്ഡവന്മാരിൽ ധൃതരാഷ്ട്ര രാജാവ് പ്രീതനായി. ഗാന്ധാരി തന്റെ പുത്രദുഃഖം കളഞ്ഞ് പാണ്ഡവരെ സ്വന്തം പുത്രന്മാരെ എന്ന പോലെ കരുതി. എങ്കിലും രാജാവും രാജ്ഞിയും ഒരിക്കൽ ഭീമനിൽ പ്രീതരായിരുന്നില്ല. അവർ ഭീമനെ സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തിരുന്നില്ല. ദുര്യോധനന്റെ ചിന്ത ധൃതരാഷ്ട്രരുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭീമനോടുള്ള വെറുപ്പും പതഞ്ഞു പൊങ്ങിയിരുന്നു. ധർമ്മപുത്രരുടെ വിലക്കുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ധൃതരാഷ്ട്രരെ ബഹുമാനിക്കുന്നതിനോ ആദരിക്കുന്നതിനോ ഭീമന് കഴിഞ്ഞില്ല. ധൃതരാഷ്ട്രരെ കാണുമ്പോഴൊക്കെ ഭീമന്റെ മനസ്സിൽ ഈർഷ്യയുടെയും പകയുടെയും വേലിയേറ്റമുണ്ടാകും. മുഖം തീർക്കും. എന്നാൽ ജ്യേഷ്ഠനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഒന്നും പ്രകടിപ്പിക്കാതെ ഒഴിഞ്ഞു മാറും. ഒരിക്കൽ ഭീമൻ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ച് കൈകൊട്ടി ശബ്ദമുണ്ടാക്കി. ഗാന്ധാരിയും ധൃതരാഷ്ട്രരും കേൾക്കത്തക്ക വിധത്തിൽ വളരെ പരുക്ഷമായി സംസാരിച്ചു. എന്റെ കൈകളൊന്ന് നോക്കൂ. ഇരുമ്പുലക്ക പോലെയാണ് ഈ കൈകൾ. കുരുടൻ രാജാവിന്റെ മക്കളെയൊക്കെ അന്തകന്റെ പുരയിലേക്ക് അയച്ചത് അജയമായ ഈ കൈകൾ കൊണ്ടാണ്. ഈ കൈകൾ ചന്ദനം പൂശേണ്ടവയാണ്. ഇവ കൊണ്ടല്ലേ ദുഷ്ടനായ ദുര്യോധനനെ ഞാൻ വകവരുത്തിയത്. ഇപ്രകാരം പറഞ്ഞ ഭീമൻ പൊട്ടിച്ചിരിച്ചു. ഭീമന്റെ വാക്കുകൾ ധൃതരാഷ്ട്രന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഭീമന്റെ പൊട്ടിച്ചിരി ഗാന്ധാരിയുടെ കർണത്തിൽ കൂരമ്പു തറയ്ക്കുന്ന വിധത്തിൽ വേദനയുണ്ടാക്കി. കാലം മാറിക്കൊണ്ടിരുന്നുവെന്നെങ്കിലും കാലക്രമേണ ഇതുപോലെ അപ്രിയങ്ങളായ വാക്കുകൾ കൂടുതൽ കേൾക്കേണ്ടി വരുമെന്നും ഇരുവർക്ക് ബോധ്യമായി. ധൃതരാഷ്ട്രൻ തളർന്ന് അവശനായി. ഇനിയും തുടർന്ന് കൊട്ടാരത്തിൽ താമസിക്കുന്നതിന് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെയായി. യുധിഷ്ഠിരന്റെ ഔദാര്യത്തിലാണ് തന്റെയും രാജ്ഞിയുടെയും ജീവിതം തൂങ്ങി നിൽക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അന്ന് അദ്ദേഹം ആഹാരമൊന്നും കഴിച്ചില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും നാമമാത്രമായിട്ടേ ആഹാരം കഴിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായി. ഭീമന്റെ വാക്കുകൾ അദ്ദേഹത്തെ സദാ അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം വിതുരനോടും ഗാന്ധാരിയോടും ആലോചിച്ചു. തപസ്സിനായി വനത്തിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത ദിവസം ധൃതരാഷ്ട്രർ യുധിഷ്ഠിരാദികളെയും മറ്റു ബന്ധുക്കളെയും വിളിച്ചു വരുത്തി. വല്ലാത്ത ദുഃഖത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഉണ്ണി യുധിഷ്ഠിര, ഞാൻ വളരെ സുഖമായി ഇവിടെ പാർത്തു. നീ നന്നായി എന്നെ സംരക്ഷിച്ചു. മഹാദാനങ്ങൾ നൽകി. ശ്രാദ്ധങ്ങൾ വീണ്ടും ഊട്ടി. ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തു. മക്കൾ മരിച്ചുപോയ ഗാന്ധാരി ധൈര്യം കൈകൊണ്ട് എന്നെ പരിചരിക്കുന്നു. ഇതൊക്കെയായിട്ടും പഴയ പല കാര്യങ്ങൾ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കുവാൻ 4-5 ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രം ഓരോ നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണ്. ബാക്കിയുള്ള സമയത്ത് ദാഹം തീർക്കുവാൻ അല്പം ജലം മാത്രമേ കുടിക്കുന്നുള്ളൂ. ഇതാർക്കും അറിയില്ല. ഗാന്ധാരിക്ക് മാത്രം അറിയാം. ഉണ്ണാറുണ്ടെന്നാണ് എല്ലാ പരിജനങ്ങളോടും പറയുന്നത്. ഞാൻ പട്ടുകിടക്കയിലല്ല കിടക്കുന്നത്. പ്രത്യുത നിലത്ത് ദർഭയിൽ തോല് വിരിച്ച് അതിലാണ് കിടക്കുന്നത്. വ്രതമാണെന്ന് പറഞ്ഞ് കീർത്തിമതിയായ ഗാന്ധാരിയും ഇപ്രകാരമൊക്കെയാണ് രാജകൊട്ടാരത്തിൽ ജീവിക്കുന്നത്. ഇനിയും കാട്ടിൽ പോയി തപസ് ചെയ്യുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. വൽക്കലവും ചുറ്റി ഗാന്ധാരിയോടും കൂടി ഞാൻ കാട്ടിലേക്ക് പോകട്ടെ. നമ്മുടെ വംശത്തിൽ എല്ലാവർക്കും ഇത് ചേർന്ന ധർമ്മമാണ്. എന്റെ തപസ്സിന്റെ ഫലം നീയും അനുഭവിക്കും. യുധിഷ്ഠിരൻ ഇത് കേട്ട് അത്യന്തം വ്യസനിച്ചു. ബാഹ്യമായി സന്തുഷ്ടിയും സന്തോഷവും പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ധൃതരാഷ്ട്രന്റെ ഉള്ള് വെന്തുരുകയായിരിക്കുമെന്ന് യുധിഷ്ഠിരന് മനസ്സിലായി. അദ്ദേഹം പല പ്രകാരത്തിൽ ധൃതരാഷ്ട്രരെ വനവാസത്തിലേക്ക് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു.
താൻ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചോ? തൻ്റെ അച്ഛനും അമ്മയും ഗുരുവും എല്ലാവുമായ ധൃതരാഷ്ട്രനെ തന്നെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ തനിക്ക് രാജ്യവും പദവിയും ഒന്നും ആവശ്യമില്ലെന്ന് അറിയിച്ചു. യുധിഷ്ഠിരൻ എന്തൊക്കെ പറഞ്ഞിട്ടും ധൃതരാഷ്ട്രർ തൻ്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഉണ്ണി, കുരുനന്ദന, എൻ്റെ മനസ്സെൻ്റെ തപസ്സിനെ പ്രേരിപ്പിക്കുന്നു. ചിരകാലമായി ഞാൻ നിന്റെ ശുശ്രൂഷയേറ്റ് വാഴുന്നു. ഇനിയും ഞാൻ പോകട്ടെ. എൻ്റെ മനസ്സ് തളരുന്നു, തൊണ്ട വരളുന്നു. ധൃതരാഷ്ട്രൻ അടുത്തിരുന്ന ഗാന്ധാരിയുടെ മേയിലേക്ക് തളർന്നു വീണു. ഗാന്ധാരി അദ്ദേഹത്തെ താങ്ങി വടിയിൽ കിടത്തി. യുധിഷ്ഠിരൻ പരിഭ്രാന്തനായി. അദ്ദേഹം കയ്യിൽ വെള്ളമെടുത്ത് ധൃതരാഷ്ട്രന്റെ മാറും മുഖവും തലയൂടി. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഉണ്ണി മകനെ, പാണ്ഡവ, നീ എൻ്റെ ശരീരത്തിൽ വീണ്ടും വീണ്ടും തൊടുക. ഞാൻ ഊണ് കഴിച്ചിട്ട് എന്നേക്ക് 8 ദിവസമായി. അതിൻ്റെ ക്ഷീണം കൊണ്ടാണ് ഞാൻ തളർന്നു പോയത്. അമൃതചോറ് പോലെയുള്ള നിന്റെ കരസ്പർശം ഏറ്റ സമയത്ത് എൻ്റെ തളർച്ചയെല്ലാം അകന്നു. എനിക്ക് ജീവൻ വീണു. നിന്റെ ദേഹത്തിൽ തലോടുവാനും ശിരസിൽ ചുംബിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. മകനെ, നീ എന്നെ ഇനിയും വേദനിപ്പിക്കരുത്. വനത്തിൽ പോയി തപസ് ചെയ്യുന്നതിന് അനുവദിക്കും. ധർമ്മപുത്രന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം വല്യച്ഛനെ തഴുകിക്കൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാം. അങ്ങക്ക് ഞാൻ പ്രിയനാണെങ്കിൽ അങ്ങ് എഴുന്നേറ്റ് ഊണ് കഴിക്കുക. പിന്നെ വേണ്ട കാര്യത്തെപ്പറ്റി ചിന്തിക്കാം. ഈ സമയത്ത് വേദവ്യാസൻ അവിടെ എത്തി. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. ധൃതരാഷ്ട്രരെ വനത്തിൽ പോയി തപസ് ചെയ്യുന്നതിന് അനുവദിക്കണമെന്ന് അദ്ദേഹം യുധിഷ്ഠിരനോട് പറഞ്ഞു. വ്യാസാചാര്യൻ എന്തു പറഞ്ഞാലും അനുസരിക്കുവാൻ യുധിഷ്ഠിരൻ സന്നദ്ധനാണ്. ആ നിലയ്ക്ക് ധൃതരാഷ്ട്രൻ മനസ്വാസത്തിന് പോകുന്ന കാര്യം യുധിഷ്ഠിരൻ സമ്മതിച്ചു. വ്യാസൻ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി. ധൃതരാഷ്ട്രരും മറ്റുള്ളവരും യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിലെത്തി. വിഭവ സമൃദ്ധമായ ആഹാരം കഴിച്ചു. അതിനുശേഷം ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനെ വിളിച്ച് അരികത്തിരുത്തി വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങൾ നൽകി. പിന്നീട് ധൃതരാഷ്ട്രനും ഗാന്ധാരിയും അവർ താമസിച്ചിരുന്ന കൊട്ടാരത്തിലേക്ക് മടങ്ങി. വനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി സാവാന്തന്മാരെയും പ്രജകളെയും മറ്റും വരുത്തി യാത്ര പറയണമെന്ന ആഗ്രഹം ധൃതരാഷ്ട്രർക്കുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിവരം യുധിഷ്ഠിരനെ അറിയിച്ച് ഉടൻ തന്നെ ധർമ്മപുത്രൻ അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ഒരു പ്രത്യേക ദിവസം പ്രമാണികളെയെല്ലാം വിളിച്ചു വരുത്തി നാനാ ദിക്കുകളിൽ നിന്നും വന്ന ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രനെയും അഭിമുഖീകരിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഗാന്ധാരിയോടുകൂടി വനത്തിൽ പോയി തപസ് ചെയ്യുന്നതിന് ഞാൻ ഇച്ഛിക്കുന്നു. പോകുന്നതിനുമായി നിങ്ങളുടെ സമ്മതം വാങ്ങുന്നതിനും നിങ്ങളോട് യാത്ര പറയുന്നതിനുമാണ് ഞാൻ വരുന്നത്. ഞാൻ നിങ്ങളെ വരുത്തിയതും അതിനാണ്. ശന്തനു മഹാരാജാവ് ഈ ഭൂമി ശരിയാം വിധം പാലിച്ചു. അപ്രകാരം തന്നെ ഭീഷ്മരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് വിചിത്രവീര്യനും രാജ്യഭാരം നടത്തി. എൻ്റെ അനുജനായ പാണ്ഡു നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. അവനും നിങ്ങളെ കാത്തു രക്ഷിച്ചു. ദുര്യോധനൻ ദുർബുദ്ധിയായിരുന്നു, എങ്കിലും അവൻ നിങ്ങളെ ദ്രോഹിച്ചിട്ടില്ല. ആ ദുഷ്ടന്റെ ഗർവ് കാരണമായി മഹായുദ്ധമുണ്ടായി. അത് ഞാൻ ചെയ്ത ന്യായവിരോധം കൊണ്ടുവന്നു തന്നെയായിരുന്നു. നല്ലതോ ചീത്തയോ അന്ന് ഞാൻ അങ്ങനെ ചെയ്തു പോയി. എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അതൊന്നും ഇനി വെച്ചേക്കരുത്. ഞാൻ നിങ്ങളോട് ക്ഷമായാചനം ചെയ്യുന്നു. യുധിഷ്ഠിരനെ ഞാനിതാ നിങ്ങൾക്കെല്ലാവർക്കുമായി നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അപ്രകാരം തന്നെ നിങ്ങളെല്ലാം ഈ വീരന്റെ പക്കലും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. കുന്തിപുത്രൻ ധർമ്മിഷ്ഠനാണ്. ഇവന്റെ സഹോദരന്മാർ ഓജസ്വികളാണ്. അവർ എല്ലാ ധർമാർത്ഥങ്ങളും കണ്ടവരാണ്. ഈ ധർമ്മപുത്രൻ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. മാന്യരെ, നിങ്ങളാരും എനിക്കോ ഗാന്ധാരിക്കോ യാതൊരു ദുഃഖവും വരുത്തിയിട്ടില്ല. ഗുരുഭക്തന്മാരായ പ്രജകളെ, നിങ്ങൾക്ക് നമസ്കാരം. എന്നെയും ഗാന്ധാരിയെയും വനത്തിലേക്ക് പോകുന്നതിന് അനുവദിക്കുക. ഇത് കേട്ടപ്പോൾ നാട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി നിന്നു. ഉത്തരീയം കൊണ്ടും കൈകൾ കൊണ്ടും മുഖം പൊത്തി തേങ്ങിക്കരഞ്ഞു. പിന്നീട് അവർ ഒന്നിച്ചാർന്ന് ആലോചിച്ച് രാജാവിനോട് പറയേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് സാംബൻ എന്നൊരു ബ്രാഹ്മണനെ അതിനായി നിയോഗിച്ചു. പ്രഗത്ഭനും മേധാവിയുമായ ഈ വിപ്രൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, രാജാവേ, ഈ നിൽക്കുന്ന മഹാജനങ്ങളുടെ പ്രതിനിധിയായി അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ഹൃദയം അങ്ങയുടെ മുന്നിൽ തുറന്നു കാട്ടുവാൻ എന്നെ അനുവദിച്ചാലും. ഈ കുലത്തിലെ രാജാക്കന്മാരിൽ ആരും ഒരിക്കലും പ്രജകൾക്ക് അപ്രിയം ചെയ്യുന്നവരായി ഉണ്ടായിരുന്നിട്ടില്ല. എല്ലാവരും പ്രജകളെ പ്രീതിയോടെ പാലിച്ചു. ഞങ്ങൾക്കൊരിക്കലും ദുര്യോധന രാജാവ് അപ്രിയം ചെയ്തിട്ടില്ല. മഹായുദ്ധം മഹാനാശം വരുത്തിവെച്ചത് ദുര്യോധനായിരുന്നില്ല. ദുര്യോധനനെ ചെയ്തതുമല്ല, ഭവാൻ ചെയ്തതല്ല, കർണനും ചെയ്തതല്ല, ശാകിനി ചെയ്തതുമല്ല. കുരുക്കൾ മുടിയുവാൻ ദൈവമാണ് കാരണം. മറ്റുള്ളവരെ വെറുതെ ആരോപിക്കുകയാണെന്ന് മാത്രം. ദൈവത്തെ പൗരുഷം കൊണ്ട് നീക്കുവാൻ സാധ്യമാണോ? ധർമാത്മാവായ സതീവതി സൂതൻ വ്യാസമഹർഷി പറയുന്ന വിധം ഭവാൻ ചെയ്തു കൊള്ളുക. രാജാവേ, ഭവാൻ മനോദുഃഖം വിടുക. അങ്ങും മഹാരാജ്ഞിയും വനവാസത്തിൽ പോകുന്നതിന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. കുന്തിപുത്രനായ ധർമ്മപുത്രൻ 1000 വർഷം ജീവിച്ചിരുന്ന് ഞങ്ങളെ കാത്തുപാലിക്കും. ധീരനായ ആ രാജാവ് ഞങ്ങളെ സംരക്ഷിക്കുമ്പോൾ ഞങ്ങൾ മഹത്തായ സുഖം അനുഭവിക്കുകയും ചെയ്യും. സാമന്റെ വാക്കുകൾ തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് അറിയിക്കുവാനായി എല്ലാവരും നന്ന് എന്ന് പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തി. ധൃതരാഷ്ട്രർ എല്ലാവരെയും കൈകൂപ്പി വണങ്ങി. അദ്ദേഹം ഗാന്ധാരിയോടുകൂടി കൊട്ടാരത്തിലേക്ക് മടങ്ങി.
അടുത്ത ദിവസം ധൃതരാഷ്ട്രർ വിതുരനെ വരുത്തി. വനവാസത്തിന് പോകുന്നതിന് മുമ്പായി ഭീഷ്മരും ദ്രോണനും സോമദത്തനും ബാലലീകനും മരിച്ച മറ്റ് മിത്രങ്ങൾക്കും ശ്രാദ്ധം നൽകുന്നതിന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട ധനം യുധിഷ്ഠിരനോട് ആവശ്യപ്പെടണമെന്നും വിതുരനെ അറിയിച്ചു. വിതുരൻ പാണ്ഡവരെ സമീപിച്ച് ധൃതരാഷ്ട്രന്റെ ആഗ്രഹം അറിയിച്ചു. യുധിഷ്ഠിരനും അർജുനനും വിവരമറിഞ്ഞപ്പോൾ അതിയായി സന്തോഷിച്ചു. എന്നാൽ ഭീമൻ ഇക്കാര്യം തീരെ ഇഷ്ടമായില്ല. അപ്പോൾ അർജുനൻ മൃഗോദരനോട് പറഞ്ഞു, ഭീമ, വലിയച്ഛൻ കാട്ടിൽ പോകുന്ന ഈ സന്ദർഭത്തിൽ ഐഹികമായ കടമകളെല്ലാം നിർവഹിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ശ്രാദ്ധം നൽകുവാൻ ധനം ആവശ്യപ്പെടുന്നത്. മഹാബാഹു, ഭവാന് തന്നെ അനുവാദനം നൽകണം. വലിയച്ഛൻ ഇപ്പോൾ നമ്മോട് ധനമിരക്കുന്നു. മുമ്പ് നാം അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നിരുന്നവരാണ്. കാലത്തിന്റെ തിരിച്ചടി നോക്കൂ. ആ രാജാവ് യാചിക്കുന്നതിനെ കൊടുക്കുക, മറ്റൊന്നും ചിന്തിക്കരുത്. കൊടുക്കാതിരുന്നാൽ അത് നമുക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കും. അത് ധർമ്മത്തിനൊരു കുത്താണ്. അത് വരുത്തി വെക്കരുത്. ജ്യേഷ്ഠനെ കണ്ട് നീ പഠിക്കുക. കൊടുപ്പാനല്ലാതെ എടുക്കുവാൻ നീ അർഹനല്ല. ഇതൊക്കെ കേട്ടിട്ട് ഭീമൻ ധനം കൊടുക്കുവാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, ഭീഷ്മർക്കും ദ്രോണർക്കും ബാഹലീകനും തുടങ്ങിയവർക്ക് വേണ്ടി ശ്രാദ്ധകാര്യത്തിന് ഖജനാവിൽ നിന്ന് ചെലവ് ചെയ്യുന്നതിന് എനിക്ക് സമ്മതമാണ്. എന്തിന്? അംഗരാജൻ കർണന്റെ പോലും ശ്രാദ്ധമൂട്ടത്തിനുള്ളതിന് എനിക്ക് സമ്മതമാണ്. എന്നാൽ ദുര്യോധനന് ശ്രാദ്ധം നൽകി, നമ്മുടെ വൈരികൾക്ക് ശ്രാദ്ധം നൽകി നാം സന്തോഷിച്ചുകൂടാ. അവർ ഭൂമി മുഴുവൻ മുടിച്ചവരാണ്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഇത്ര ക്ഷണം മറന്നുപോയോ? ഈ കുരുട്ടു വൃദ്ധൻ ശകുനി കള്ളച്ചൂതിൽ ജയിക്കുന്നത് കണ്ട് ആഹ്ലാദിച്ചത് നീ ഓർക്കുന്നില്ലേ? അർജുനൻ പിന്നെയും ഭീമനെ അനുകൂലിപ്പിക്കുവാൻ ശ്രമിച്ചു നോക്കി. എന്നിട്ട് പറയുകയും ചെയ്തു, ഭീമ, നീ എൻ്റെ ജ്യേഷ്ഠനാണ്. എനിക്ക് നീ ഗുരുവാണ്. മറ്റൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം കൊണ്ടും രാജഹർഷിയായ ധൃതരാഷ്ട്രരെ മാനിക്കണം. ആര്യന്മാർ അപകാരങ്ങളിൽ ഓർക്കാറില്ല. ഉപകാരങ്ങൾ മാത്രമേ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ. അതാണ് ആര്യമര്യാദ. അത് തെറ്റിക്കാത്ത സജ്ജനങ്ങളാണ് പുരുഷോത്തന്മാർ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ധർമ്മപുത്രൻ ഭീമനെ ഭർസിച്ചു. ഭീഷ്മ ദ്രോണാദികൾക്ക് വേണ്ടിയുള്ള ശ്രാദ്ധത്തിന് വേണ്ട ധനം രാജഭണ്ഡാരത്തിൽ നിന്ന് ചിലവാക്കുന്നതിനും മറ്റുമുള്ള കാര്യത്തിനും ബാക്കിയുള്ളവർക്ക് ധർമ്മപുത്രരുടെയും അർജുനന്റെയും സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്ന് ചിലവാക്കുന്നതിനും അദ്ദേഹം തീരുമാനിച്ച് വിവരം ധൃതരാഷ്ട്രരെ അറിയിക്കുവാൻ വിതുരനെ നിയോഗിച്ചു. നടന്ന വിവരങ്ങളെല്ലാം വിതുരൻ ധൃതരാഷ്ട്രരെ അറിയിച്ചു. ഭീമനിൽ നിന്ന് എതിർപ്പുണ്ടായതെന്ന് അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഒട്ടും ആശ്ചര്യം തോന്നിയില്ല. ഏതായാലും ശ്രാദ്ധം നടത്തുവാൻ കഴിയുന്നതിൽ അദ്ദേഹം സന്തോഷിച്ചു. ഉടൻ തന്നെ ശ്രാദ്ധം നടത്തുവാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ശ്രാദ്ധം പൊടിപിടിച്ചു. ബ്രാഹ്മണർക്കും മറ്റ് ജാതികർക്കും വേണ്ടിയുള്ള അസംഖ്യം വിലപിടിപ്പിച്ചുള്ള സാധനങ്ങളും ധനവും ദാനം ചെയ്തു. 10 ദിവസം നീണ്ടുനിന്ന അന്നദാനങ്ങളും ദക്ഷിണയോടും കൂടിയ ദാനയജ്ഞം മംഗളകരമായി പര്യവസാനിച്ചു. കാർത്തിക മാസത്തിലെ പൗർണമി ദിവസം ധൃതരാഷ്ട്രർ വനവാസത്തിന് പോകുവാൻ ഉറച്ചു. അദ്ദേഹം ഗാന്ധാരിയോടുകൂടി രാജഗൃഹം വിടുവാൻ തയ്യാറായി. അത് കണ്ട് രാജസ്ത്രീകൾ മുറവിളി കൂട്ടി. രാജധാനി മുഴുവൻ ആർത്തനാദങ്ങൾ കൊണ്ട് മുഖരിതമായി. യുധിഷ്ഠിരൻ പരിക്ഷീണനായി നിലത്തു വീണു. അർജുനൻ അദ്ദേഹത്തെ താങ്ങി പിടിച്ചെഴുന്നേൽപ്പിച്ച് സമാധാനിപ്പിക്കുവാൻ തുടങ്ങി. കുന്തിദേവി മുന്നിലും അവരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഗാന്ധാരി പിന്നിലും അവരുടെ കൈ പിടിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ അതിന്റെ പിന്നാലുമായി അവരുടെ രാജകൊട്ടാരം വിട്ട് പുറത്തിറങ്ങി. യുധിഷ്ഠിരൻ, അർജുനൻ, മാതൃപുത്രൻ, ഭീമൻ, വിതുരൻ, സഞ്ജയൻ, യുയുത്സു, കൃപൻ, വിപ്രന്മാർ തുടങ്ങിയവരെല്ലാം കണ്ണീരൊഴുക്കിക്കൊണ്ട് അവരെ അനുഗമിച്ചു. ആ പോക്ക് കണ്ടതോടുകൂടി കൃഷ്ണനും സുഭദ്രയും കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് കൗരവ വധുവായ ഉത്തരയും അവരെ പിന്തുടർന്നു. രാജവീതിയിൽ കൂടി നടന്നു പോകുന്ന അവരെ കാണുവാൻ ഇരുവശങ്ങളിലുമുള്ള പ്രസാദങ്ങളിലും ഹർമ്യങ്ങളിലും താഴെയും മേലെയും എല്ലായിടത്തും സ്ത്രീകൾ പുരുഷന്മാരും തിങ്ങിക്കൂടി. പട്ടണവീതിയിൽ കൂടി ഭീമമായ ധൃതരാഷ്ട്ര രാജാവ് പടിപൊട്ട് നടുമുപോയി. ഹസ്തിനാപുരിയുടെ പ്രാന്തപ്രദേശത്തെത്തിയപ്പോൾ എല്ലാവരും മടങ്ങിപ്പോകണമെന്ന് രാജാവ് അഭ്യർത്ഥിച്ചു. വിതുരനും സഞ്ജയനും രാജാവിന്റെ കൂടെ പോകുവാൻ ഉറച്ചപ്പോൾ അദ്ദേഹം അതിന് അനുജ്ഞ നൽകി. ധർമ്മരാജാവും മറ്റുള്ളവരും സ്ത്രീകളോടും കൂടി ഹസ്തിനാപുരിയിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. യുധിഷ്ഠിരൻ കുന്തിദേവിയോട് പറഞ്ഞു, അമ്മേ, നമുക്ക് ഹസ്തിനാപുരിയിലേക്ക് മടങ്ങാം. തപസ്സിന് നിശ്ചയിച്ച ധർമ്മിഷ്ഠനായ രാജാവ് എഴുന്നള്ളട്ടെ. ഇത് കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞ കുന്തി പ്രതിവിചിച്ചു. മകനെ, ഞാനും വനത്തിലേക്ക് പോകുന്നു. ശ്വശറിന്റെയും ശ്വശ്രുവിന്റെയും പാദശുശ്രൂഷ ചെയ്ത് അവരോടുകൂടെ പാർക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പോരിൽ പിന്മാറാത്ത കർണനെ നീ ഓർക്കണം. അവനു വേണ്ടി, അവന്റെ ആത്മാവിന്റെ ഗതിക്ക് വേണ്ടി നീ ധാരാളം ദാനം ചെയ്യണം. എന്റെ വലിയ തെറ്റ് ആ സൂര്യപുത്രനെ വെളിവാക്കിയില്ല എന്നുള്ളതാണ്. ആ സൂര്യപുത്രനെ കാണാതെ അമ്മയുടെ കരൾ 100 കഷ്ണങ്ങളായി പൊട്ടിത്തെറിയല്ലോ. അമ്മയുടെ ഈ കരൾ കാരിരുമ്പാണ് മോനെ. നീ എപ്പോഴും മനുഷ്യന്മാരോടും കൂടി പാഞ്ചാലിക്ക് ഇഷ്ടപ്പെടുന്ന മട്ടിൽ ഇഷ്ടമായ നിലയിൽ നിൽക്കണം. ഭീമനും അർജുനനും നകുലനും സഹദേവനും നീയും തമ്മിൽ എപ്പോഴും ഇണങ്ങി നിൽക്കണം. കുലത്തിന്റെ ഭാരം നിന്നിലാണ് നിൽക്കുന്നത്.
ഇത് കേട്ട് യുധിഷ്ഠിരൻ അനുജന്മാരോടും കൂടി വിഷാദിച്ചു നിന്നു. ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. മുഹൂർത്ത നേരം ധ്യാനിച്ചു നിന്നിട്ട് ധർമ്മരാജാവായ യുധിഷ്ഠിരൻ ചിന്താശോകഭരണനായി ധീനനായി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇത് വലിയ കടുപ്പം തന്നെ. ഞാനിത് സമ്മതിക്കുകയില്ല. പ്രിയദർശിനിയായ അമ്മേ, കാട്ടിൽ പോയ ഞങ്ങളെ കൃഷ്ണൻ മുഖേനെ വിതുളയുടെ കഥ ഉപദേശിച്ചതെന്ന് ക്ഷാത്രധർമ്മ ഉത്സുകരാക്കിയ അമ്മയാണോ ഇപ്രകാരം പറയുന്നത്? അമ്മേ, അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത്. ധർമ്മപുത്രരുടെ വാക്കുകൾ കേട്ടാൽ പോലും ഭാവിക്കാതെ കുന്തി സാവധാനം മുന്നോട്ട് നടന്നു. അമ്മേ, കുന്തി ദേവി, ഭവതി എങ്ങോട്ട് പോകുന്നു? പുത്രൻ നേടിയ രാജ്യമറ്റ് അനുഭവിച്ച രാജധർമ്മങ്ങൾ നേടിയെടുത്ത കാലത്ത് അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെ തോന്നുവാൻ? ഇങ്ങനെയായിരുന്നു അമ്മയുടെ വിചാരമെങ്കിൽ കാട്ടിൽ നിന്ന് കൊച്ചുകുട്ടികളായിരുന്ന ഞങ്ങളെ ഭവതി എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മയെ പ്രസാദിച്ചാലും യശസ്വിനി കാട്ടിലേക്ക് പോകില്ലേ? ഇതൊന്നും കുന്തിദേവിയുടെ ദൃഢനിശ്ചയത്തെ അണുവിട പോലും ഇളക്കുന്നതിന് പര്യാപ്തമായില്ല. അവർ വനവാസത്തിന് പോകുവാൻ തന്നെ ഉറച്ചു. അവർ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. വിഷണ്ണനായി ഭീമൻ പാഞ്ചാലിയെ പിന്തുടർന്നു. സുഭദ്രയും ഉത്രയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും വാവിട്ട് നിലവിളിച്ചു. അല്പം കഴിഞ്ഞ് കുന്തിദേവി കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, പാണ്ഡവ, നീ പറഞ്ഞത് ശരിയാണ്. വിതുളയുടെ കഥ പറഞ്ഞ് നിങ്ങളെ ഞാൻ ഇളക്കി വിട്ടത് ശരിയാണ്. രാജ്യം ചൂതിൽ തോറ്റ് നഷ്ടപ്പെട്ട് സുഖഭ്രഷ്ടരായി നിങ്ങൾ അപമാനിതരായപ്പോഴാണ് ഞാൻ നിങ്ങളെ ഇളക്കി വിട്ടത്. പുരുഷേന്ദ്രന്മാരെ, പാണ്ഡുവിൻ്റെ മക്കൾ നശിക്കരുതെന്ന് ഞാൻ കരുതി. നിങ്ങളുടെ കീർത്തി വാനോളം ഉയരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഈ നിൽക്കുന്ന പാഞ്ചാലി ശ്യാമമായ മനോഹരി അപമാനിതയായെന്നറിഞ്ഞപ്പോൾ ഞാൻ ബോധം കെട്ടു വീണു. അതിന് നിങ്ങൾ പ്രതികാരം ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച ഭൂമി നേടി എനിക്ക് സുഖിക്കണമെന്ന് ഞാൻ മോഹിച്ചിട്ടില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ടായിട്ടുമില്ല. വിതുള വാക്കു വഴിയായി മക്കളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ അഭിമാനം പാലിക്കുവാൻ വേണ്ടിയാണ്. പുത്രന്മാർ നേടിയ രാജ്യഫലം ഞാൻ ഇച്ഛിക്കുന്നില്ല. തപസ്സുകൊണ്ട് എൻ്റെ പുണ്യവാനായ പതിയുടെ ലോകത്തെയാണ് മക്കളെ ഞാൻ ആഗ്രഹിക്കുന്നത്. യുധിഷ്ഠിര, സഹോദരന്മാരോടും അന്തഃപുര സ്ത്രീകളോടും കൂടി തിരിച്ചു പോകൂ. നീ ധർമ്മത്തിന് മനസ്സ് വെച്ച് ജീവിക്കും. ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന ധൃതരാഷ്ട്രരും ഗാന്ധാരി ദേവിയും കുന്തിയെ ഹസ്തിനാപുരിയിലേക്ക് മടക്കി അയക്കുന്നതിന് ശ്രമിച്ചുവെങ്കിലും അവർ അതിന് സന്നദ്ധരായില്ല. അവർ ധൃതരാഷ്ട്രരോടൊപ്പം കാട്ടിലേക്ക് നടന്നു. അമ്മയുടെ ദൃഢനിശ്ചയം ഇളക്കുവാൻ പറ്റുകയില്ലെന്ന് ബോധ്യമായപ്പോൾ പാണ്ഡവരും അന്തഃപുര സ്ത്രീകളും ഹസ്തിനാപുരിയിലേക്ക് വിഷാദമൂകരായി മടങ്ങി. ഹസ്തിനാപുരി ഉത്സവം കഴിഞ്ഞ ഉത്സവസ്ഥലം പോലെ നിഷ്പ്രഭമായി. പാണ്ഡവന്മാർ നിരുത്സാഹരായി. അവർ ദുഃഖത്തിൽ ആഴ്ത്തപ്പെട്ടു. ധൃതരാഷ്ട്രരും കൂട്ടുകാരും ഗംഗാതീരത്തെത്തി അന്നവിടെ താമസിച്ചു. വിതുരനും സഞ്ജയനും കൂടി ദർഭപ്പുല്ലുകൊണ്ട് മെത്തയുണ്ടാക്കി അവർ അതിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ നിത്യകർമാദികൾക്ക് ശേഷം യാത്ര തുടർന്നു. സായങ്കാലത്ത് അവർ കുരുക്ഷേത്രത്തിലെത്തി. ശതയൂപൻ എന്ന ഒരു രാജകർഷി കുരുക്ഷേത്രത്തിൽ തപോനിഷ്ഠനായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഒരു കാലത്ത് കേകേയ രാജ്യത്തിലെ രാജാവായിരുന്നു. പുത്രന് പ്രായപൂർത്തിയായപ്പോൾ രാജ്യം അവനെ ഏൽപ്പിച്ച് വനവാസത്തിനെത്തിയതാണ്. ധൃതരാഷ്ട്രനും സംഘവും ശതയൂപാശ്രമത്തിലെത്തി. ശതയൂപൻ അവരെ വേണ്ട പോലെ സ്വീകരിക്കുകയും ഉപചരിക്കുകയും ചെയ്തു. ഏതാനും ദിവസം ശതയൂപാശ്രമത്തിൽ കഴിച്ചുകൂട്ടിയ ശേഷം ഇനിയും എവിടെയാണ് സ്ഥിരമായി താമസിക്കേണ്ടതെന്ന് തീർച്ചപ്പെടുത്തുവാൻ കഴിയാതിരിക്കെ ധൃതരാഷ്ട്രൻ ശതയൂപാശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടുവാനാണ് വ്യാസൻ നിർദ്ദേശിച്ചത്. നിലത്ത് കിടന്നും ചൂടും തണുപ്പും സഹിച്ചും ഫലമൂലങ്ങൾ ആഹരിച്ചും ജപധ്യാന നിരതനായി ധൃതരാഷ്ട്രനും അദ്ദേഹത്തിൻ്റെ അനുചര വൃദ്ധന്തവും തപോനിഷ്ഠരായി അവിടെ കഴിച്ചുകൂട്ടുവാൻ തുടങ്ങി. അപ്രകാരം കഴിഞ്ഞു വരവേ നാരദൻ, പർവ്വതൻ, വ്യാസൻ തുടങ്ങിയ ഏതാനും ഋഷിമാർ ധൃതരാഷ്ട്രന്റെ ക്ഷേമം അന്വേഷിക്കുവാനായി ശതയൂ ആശ്രമത്തിലെത്തി. മഹർഷിമാർ പല കഥകളും പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിച്ചു. തത്സമയം ജ്ഞാനദൃഷ്ടി കൊണ്ട് ഭാവി കാര്യങ്ങൾ കാണുവാൻ കഴിയുന്ന നാരദ മഹർഷിയോട് ശതയൂപൻ ചോദിച്ചു, മഹർഷി, ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അന്ത്യഗതി എന്താണ്? അങ്ങയ്ക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് എല്ലാം അറിയുവാൻ കഴിയുമല്ലോ. ആ സ്ഥിതിക്ക് ഈ വിവരം അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൂടെ? നാരദൻ പറഞ്ഞു, ഇനി 3 കൊല്ലക്കാലമാണ് ധൃതരാഷ്ട്രൻ ഭൂലോകത്തിൽ ജീവിതമുള്ളത്. അത് കഴിഞ്ഞാൽ ശരീരം വിടും. ശരീരം വിട്ടാൽ വൈശ്രവണന്റെ പുരിയിലേക്കാണ് പോവുക. അവിടെ ഗന്ധർവ രാജാവിനാലും ഗന്ധർവന്മാരാലും സൽകൃതനായിട്ട് എല്ലാവിധ ഭോഗങ്ങളും അനുഭവിച്ചിട്ട് ചിരകാലം സുഖിക്കാനിടയായിത്തീരും. നാരദൻ മറ്റു മഹർഷിമാരോടൊപ്പം അപ്രത്യക്ഷനായി. ധൃതരാഷ്ട്രൻ ആവലാതുകളോ ആകാംക്ഷയോ ഒന്നുമില്ലാതെ കഠിനമായ തപോനിഷ്ഠയിൽ മുഴുകിക്കൊണ്ടിരുന്നു. ധൃതരാഷ്ട്രരുടെയും കുന്തിയുടെയും വേർപാട് പാണ്ഡവരെ ശോകമൂർധരാക്കി. വിതുരനെപ്പറ്റി ചിന്തിച്ചവർ വിഷാദിച്ചു. അമ്മ വിട്ടു പിരിഞ്ഞതിലുള്ള ദുഃഖം നിസീമമായിരുന്നു. വൃദ്ധയായ അമ്മയെ ഓർത്ത് അവരുടെ ഹൃദയം വിതുമ്പി. ഹസ്തിനാപുരിയിലെ അരമനയിൽ രാജകീയ ആഡംബരങ്ങളോ രാജഭോഗങ്ങളോ ഒന്നുമില്ലാതെയായി. പാണ്ഡവർ രാജകാര്യങ്ങളിൽ പോലും തീരെ തൽപരരല്ലാതായി.
പാഞ്ചാലരും സുഭദ്രയും പുത്രശോകം നിമിത്തം നെടുവീർപ്പിട്ട് കഴിച്ചുകൂട്ടി. കൗരവപത്നിമാരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ അതിവിഘ്നരായി നാളുകൾ തള്ളി നീക്കി. അങ്ങനെയിരിക്കെ ധൃതരാഷ്ട്രരും സംഘവും കുരുക്ഷേത്രത്തിൽ ശതവ്യൂഹ ആശ്രമത്തിൽ താമസിക്കുന്നുവെന്ന വിവരം യുധിഷ്ഠിരൻ അറിഞ്ഞു. അവിടെ പോയി രാജാവിനെയും അമ്മയെയും വിതുരനെയും മറ്റും കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഈ വിവരം സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർക്കും അമ്മയെ കാണണമെന്നുള്ള അധ്യമായ അഭിവാഞ്ചയുണ്ടായി. ഈ വിവരം അറിയുവാനിടയായ അന്തഃപുര സ്ത്രീകളും ശതവ്യൂഹ ആശ്രമത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. എല്ലാവർക്കും താല്പര്യമുണ്ടെന്നറിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ആരെയും നിരാശപ്പെടുത്തിയില്ല. എല്ലാവർക്കും കൂടി കുരുക്ഷേത്രത്തിലേക്ക് പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാൻ മന്ത്രിമുഖ്യനെ വിളിച്ച് ഏർപ്പാട് ചെയ്തു. യുയുത്സുവിനെയും ധൗമ്യനെയും ഹസ്തിനാപുരിയുടെ ചുമതലകൾ ഏൽപ്പിച്ചിട്ട് യുധിഷ്ഠിരാദികൾ അടുത്ത ദിവസം തന്നെ ശതവ്യൂഹ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അന്തഃപുര സ്ത്രീകളെല്ലാം അവരെ അനുഗമിച്ചു. വലിയ സന്നാഹത്തോടു കൂടിയായിരുന്നു അവരുടെ പുറപ്പാട്. ആന, കുതിര, തേര്, പല്ലക്കുകൾ, കാലാൾ തുടങ്ങിയ രാജകീയ യാത്രയ്ക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ഉണ്ടായിരുന്നു. വഴിയിൽ വിശ്രമത്തിനായി അവിടെ താമസിക്കുന്നതിനുള്ള ഏർപ്പാടുകളും ചെയ്തിരുന്നു. ആ വമ്പിച്ച ഘോഷയാത്ര വഴിയിൽ ചില സ്ഥലങ്ങളിൽ താമസിച്ചും വിശ്രമിച്ചും 2-3 ദിവസങ്ങൾ കൊണ്ട് കുരുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ശതവ്യൂഹ ആശ്രമത്തിന്റെ പരിസരത്തിലെത്തിയതോടെ എല്ലാവരും വാഹനങ്ങളിൽ നിന്നിറങ്ങി സൈന്യങ്ങളോടും വാഹനങ്ങളെയും മറ്റും അവിടെ നിർത്തിയിട്ട് എല്ലാവരും പാദചരികളായി മുന്നോട്ട് നീങ്ങി. പുണ്യക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ തപസ്വികൾ താമസിച്ചു വരുന്ന അനേകം പർണശാലകൾ ഉണ്ടായിരുന്നു. അവയുടെ ഒരറ്റത്തായി ശതവ്യൂഹ ആശ്രമം വളരെ ദൂരെ നിന്ന് തന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞു. അവർ നേരെ ആശ്രമത്തിലെത്തിയപ്പോൾ അപരിചിതരായ ഏതാനും തപസ്വികളല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും കുളിക്കുന്നതിനും വെള്ളം കൊണ്ടുവരുന്നതിനും മറ്റുമായി നദിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവർ താമസിയാതെ മടങ്ങി വരുന്നതിന് തപസ്വികൾ അറിയിച്ചെങ്കിലും കാത്തു നിൽക്കുവാൻ ക്ഷമയില്ലാതെ യുധിഷ്ഠിരാദികൾ നദിക്കരയിലേക്ക് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ധൃതരാഷ്ട്രവും മറ്റും കുളി കഴിഞ്ഞ് കയ്യിൽ ഓരോ കുടം വെള്ളവുമായി വരുന്നത് പാണ്ഡവർ കണ്ടു. അമ്മയെ ദൂരത്ത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും വേഗത്തിലെത്തി. ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും കുന്തിയെയും നമസ്കരിച്ചു. വികാരങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കുറച്ചു സമയത്തേക്ക് ആർക്കുമൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. പിന്നീട് കുശല പ്രശ്നങ്ങൾ ചെയ്ത് എല്ലാവരും കൂടി ആശ്രമത്തിലേക്ക് വന്നു. ധൃതരാഷ്ട്രന്റെയും മറ്റ് കയ്യിലിരുന്ന ജലകുംഭങ്ങൾ യുധിഷ്ഠിരാദികൾ വാങ്ങി. അവർ ആശ്രമത്തിൽ എത്തിയപ്പോഴേക്കും പല സ്ഥലങ്ങളിൽ നിന്നായി അസംഖ്യം തപസ്വികൾ അവിടെ എത്തിയിരുന്നു. അവരെല്ലാം പാണ്ഡവരെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും അവരാരും പാണ്ഡവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പാണ്ഡവർ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് അവരെ കാണുവാനുള്ള ജിജ്ഞാസയോടെയാണ് എല്ലാവരും എത്തിയിരുന്നത്. ധൃതരാഷ്ട്രൻ നിർദ്ദേശിച്ചതനുസരിച്ച് സഞ്ജയൻ പാണ്ഡവരെയും രാജസ്ത്രീകളെയും തപസ്വികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. തപസ്വികൾ പോയിക്കഴിഞ്ഞ് എല്ലാവരും ചേർന്ന് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്നു. ധൃതരാഷ്ട്രരുടെ കൂട്ടത്തിൽ വിതുരനുണ്ടായിരുന്നില്ല. യുധിഷ്ഠിരൻ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ ധൃതരാഷ്ട്രൻ പറഞ്ഞു, യുധിഷ്ഠിര, വിതുരനെല്ലാം ഉപേക്ഷിച്ച് ഉന്നത നിലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പരിസര പ്രദേശങ്ങളിൽ ചെന്ന് ദിഗംബരനായി അദ്ദേഹത്തെ ചിലപ്പോൾ കാണാറുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ വരാറില്ല. ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിഴൽ പോലെ ഒരു രൂപം വിദൂരത്ത് മരങ്ങളുടെ ഇടയിൽ കണ്ടു. അത് വിതുരനായിരുന്നു. അദ്ദേഹം ആശ്രമത്തിലേക്ക് വരികയാണെന്നാണ് എല്ലാവരും ധരിച്ചത്. എന്നാൽ അല്പനേരം അങ്ങനെ നോക്കി നിന്ന ശേഷം അദ്ദേഹം മറഞ്ഞു കളഞ്ഞു. വിതുരനെ കാണണമെന്നുള്ള അത്യാഗ്രഹത്തോടെ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടി. മരങ്ങളുടെ ഇടയിൽ കൂടി പോകുന്ന വിതുരന്റെ പിന്നാലെ യുധിഷ്ഠിരനും ഓടി. വിജനമായ ഒരു ഏകാന്ത സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു വൃക്ഷത്തിൽ ചാരി വിതുരൻ നിന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധമായ നേത്രങ്ങൾ വിദൂരതയിലേക്ക് പായിച്ചു. ദേഹാവസ്ഥ മാറുന്ന നിലയിലാണ് അദ്ദേഹം നിരച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരം മെലിഞ്ഞ് ഞരമ്പുകൾ പിടച്ചിരുന്നു. വിതുരന്റെ മുന്നിൽ ചെന്ന് യുധിഷ്ഠിരൻ അദ്ദേഹത്തെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, ഇളയച്ച, ഞാൻ യുധിഷ്ഠിരനാണ്. ദൂരേക്ക് പായിച്ചിരുന്ന നേത്രങ്ങൾ വിതുരൻ പൂർവ്വസ്ഥിതിയിലാക്കി. അദ്ദേഹം നിർവിശേഷനായി യുധിഷ്ഠിരനെ നോക്കി. അദ്ദേഹത്തിന്റെ ദൃഷ്ടി യുധിഷ്ഠിരന്റെ ദൃഷ്ടിയിൽ ചേർന്നു. അദ്ദേഹത്തിന്റെ പ്രാണൻ ധർമ്മരാജാവിന്റെ ഉടലിൽ പ്രവേശിച്ചു. ഉടൻ തന്നെ വിതുരന്റെ ഉടൽ നിശ്ചലമായി. ചൈതന്യം വിട്ടത് മരത്തിലേക്ക് ചാഞ്ഞു. വിതുരൻ സമാധിയായി. ധർമ്മപുത്രൻ കൂടുതൽ ഓജസ് ലഭിച്ചതായി തോന്നി. അദ്ദേഹം കൂടുതൽ ബലവാനും തേജസ്വിയുമായി അനുഭവപ്പെട്ടു. അദ്ദേഹം വിതുരന്റെ മൃതദേഹം കോരിയെടുത്ത് അവിടെ തന്നെ ദഹിപ്പിക്കുവാൻ വിചാരിച്ചു. അപ്പോൾ അരശരീരി കേട്ടു, ഹേ രാജാവേ, വിതുരന്റെ ദേഹം ദഹിപ്പിക്കുകയരുത്. അതവിടെ തന്നെ ഇട്ടിട്ട് പോയിക്കൊള്ളുക. ഇവന് ദിവ്യലോക ലബ്ധി ഉണ്ടാകുന്നതാണ്. യുധിഷ്ഠിരൻ വിതുരന്റെ ജഡം തറയിൽ വെച്ചിട്ട് ക്ഷണത്തിൽ മടങ്ങി. നടന്ന സംഭവങ്ങളെല്ലാം ധൃതരാഷ്ട്രാദികളെ അറിയിച്ചു. ഇത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അതിനുശേഷം ഫലമൂലാദികൾ ഭക്ഷിച്ച് ജലപാനവും നടത്തി ധർമ്മപുത്രനും സംഘവും അന്ന് രാത്രി അവിടെ വൃക്ഷച്ചുവട്ടിൽ കിടന്ന് വിശ്രമിച്ചു. അടുത്ത ദിവസം യുധിഷ്ഠിരൻ സഹോദരന്മാരോടും മറ്റും കൂടി ആ തപോവനത്തിലും മറ്റ് ആശ്രമങ്ങളും സന്ദർശിച്ചു. അവിടെയുള്ള തപസ്സുകൾക്കെല്ലാം കമണ്ഡലങ്ങൾ, മെതിയടികൾ, വെള്ളം കൊണ്ടുവരുന്നതിനുള്ള കുടങ്ങൾ, മരമുരികൾ തുടങ്ങിയവ സമ്മാനിച്ച് അവരെ സന്തോഷിപ്പിച്ചു. പിന്നീട് 1 മാസക്കാലത്തോളം പാണ്ഡവർ അന്തഃപുര സ്ത്രീകളോടും പരിവാരങ്ങളോടും കൂടി കുരുക്ഷേത്രത്തിൽ പാർത്തു. പ്രത്യേകമായ കൂടാരങ്ങളുണ്ടാക്കി.
ഭൃത്യന്മാർ തയ്യാറാക്കിയ ആഹാരവും ഭുജിച്ച് രാജകീയമായ നിലയിലാണ് അവർ തപോവനത്തിൽ താമസിച്ചത്. പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രാതലും കഴിച്ച് അവരെല്ലാം ശതയു ആശ്രമത്തിലെത്തി ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും കുന്തിയോടുമൊപ്പം കഴിച്ചുകൂട്ടുകയായിരുന്നു പതിവ്. ആ അവസരത്തിൽ സമീപത്തുള്ള ആശ്രമങ്ങളിൽ നിന്ന് മറ്റ് തപസ്വികളും അവിടെ വരുമായിരുന്നു. അവരുമായി സംസർഗ്ഗം നടത്തിയും അവരിൽ നിന്ന് സൽക്കഥകളും തത്വോപദേശങ്ങളും കേട്ടും കുറച്ചുനാളും സമാധാനത്തോടെയാണ് യുധിഷ്ഠിരാദികൾ സമയം ചെലവഴിച്ചത്. ഇത്രയുമൊക്കെ ആയിട്ടും യുധിഷ്ഠിരാദികൾക്ക് പൂർണ്ണമായ മനഃശാന്തിയോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. അവരുടെ എല്ലാ ഹൃദയത്തിൽ ഗത്കാല സ്മരണകൾ ഉണരുമ്പോഴൊക്കെ അവർ അസ്വസ്ഥരാകും, അശാന്തരുമായിരുന്നു. ഇപ്രകാരം ഇരിക്കെ ഒരു ദിവസം വ്യാസാചാര്യൻ ശതയു ആശ്രമത്തിലെത്തി. അധികം താമസിയാതെ നാരദൻ, പർവ്വതൻ, ദേവലകൻ തുടങ്ങിയ മഹർഷിമാരുമെത്തി. ഏതോ ദുഃഖം പാണ്ഡവരുടെ ഹൃദയത്തിൽ മതിക്കുന്നുണ്ടെന്ന് അവരുടെ അപ്രസന്നമായ മുഖഭാവം കണ്ടപ്പോൾ തന്നെ വ്യാസന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, മരിച്ചുപോയ പുത്രന്മാരെയും ബന്ധുക്കളെയും ഓർത്ത് നിങ്ങൾ ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. മഹത്തായ ദേവകാര്യം നടപ്പാക്കുക മാത്രമാണ് ഭാരതയുദ്ധം കൊണ്ട് സാധിച്ചിരിക്കുന്നത്. അതിൽ മരിച്ചവരാരും പരലോകത്തിൽ തപിക്കുകയോ ക്ലേശിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? വേദവ്യാസന്റെ സ്വാന്തനോക്തികൾ ആരെയും സമാധാനപ്പെടുത്തിയില്ലെന്ന് കണ്ടപ്പോൾ വ്യാസൻ പറഞ്ഞു, മരിച്ചവരെയൊക്കെ ഒരിക്കൽ കൂടി കണ്ടാൽ കൊള്ളാമെന്ന് നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ടാകാം. എൻ്റെ തപശക്തി കൊണ്ട് നിങ്ങളുടെ മരിച്ച മക്കളെയും ബന്ധുക്കളെയും നിങ്ങളെ കാണുവാനും ഒരു രാത്രി മുഴുവൻ അവരോടൊപ്പം കഴിയുവാനുമുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. എൻ്റെ തപശക്തിയുടെ വൈഭവത്തെ ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം. ഇത് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷഭരിതരായി. ഇന്ന് തന്നെ കണ്ടാൽ കൊള്ളാമെന്ന് അവർ വ്യാസനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വ്യാസൻ സമ്മതിച്ചതുകൂടി കൗരവ പാണ്ഡവ കുടുംബത്തിൻ്റെ സന്തോഷം ചന്ദ്രോദയകാലത്തെ സമുദ്രമെന്ന പോലെ ആർത്തിരമ്പി. എല്ലാവരും ഗംഗയിൽ പോയി സ്നാനം ചെയ്ത് ഗംഗാതീരത്ത് തന്നെ രാത്രി വരെ കഴിച്ചുകൂട്ടുമെന്ന് വ്യാസൻ അവർക്കെല്ലാം നിർദ്ദേശം നൽകി. ഉടൻ തന്നെ എല്ലാവരും ഗംഗാതീരത്തേക്ക് നടന്നു. അവർ ഗംഗയിലിറങ്ങി കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറി. ഉപവസിച്ചുകൊണ്ട് രാത്രിയാകുന്നതും പ്രതീക്ഷിച്ച് അവിടെ കഴിച്ചുകൂട്ടി. അന്നത്തെ പകൽ അവർക്കെല്ലാം ഒരു നൂറ്റാണ്ട് പോലെ ദീർഘമുള്ളതായി തോന്നി. ആദിത്യൻ അസ്തമിച്ചു. എല്ലാവരും ഉത്സവഭരിതരായി രാത്രിയുടെ പ്രഥമനം അവസാനിക്കാറായപ്പോൾ വ്യാസൻ അവിടെ എത്തി. അദ്ദേഹം ഗംഗയിലേക്ക് ഇറങ്ങി നിന്ന് എല്ലാവരും വരുവിനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ വലിയ ശബ്ദകോലാഹലം കേൾക്കുവാൻ തുടങ്ങി. ക്രമേണ ഭീഷ്മരും ദ്രോണരും ദുര്യോധനാദി കൗരവന്മാരും കർണനും ശകുനിയും ത്രികർത്തനും സോപദത്തനും ശല്യനും അഭിമന്യുവും പാഞ്ചാലി പുത്രന്മാരും ഭഗദത്തനും ദ്രുപദനും ദൃഷ്ടദ്യുമ്നനും വിരാടനും ശിഖണ്ഡി തുടങ്ങിയ ഭാരതയുദ്ധത്തിൽ മരിച്ച അസംഖ്യം ആളുകൾ ഗംഗയിൽ നിന്ന് കരയ്ക്ക് കയറി. എല്ലാവരും വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചും പ്രസന്നമുഖരുമായിരുന്നു. ആർക്കും അന്യോന്യം വൈര്യമോ മത്സരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും അവരവരുടെ പിതാക്കളെയും ബന്ധുജനങ്ങളെയും ഭാര്യമാരെയും ആശ്ലേഷിക്കുകയും കുശല പ്രശ്നം ചെയ്യുകയും ആ രാത്രി മുഴുവൻ അന്യോന്യം സല്ലപിച്ചും രമിച്ചും കഴിച്ചുകൂട്ടി. ഈ സമയത്ത് പ്രീതനായ സത്യവതി സൂതൻ തപോബലം കൊണ്ട് ധൃതരാഷ്ട്രന് ദിവ്യ ചാക്ഷുഷത നൽകി. അദ്ദേഹം പുത്രന്മാരെയും ബന്ധുക്കളെയും കണ്ടു. ദിവ്യജ്ഞാന ബലത്തോടെ കീർത്തിമതിയായ ഗാന്ധാരി തൻ്റെ പുത്രന്മാരെ എല്ലാം കണ്ടു. പൂരിൽ മരിച്ചുപോയ മറ്റുള്ളവരെയും കണ്ടു. അജിചിന്ത്യവും അത്ഭുതകരവുമായ ആ കാഴ്ച എത്രയോ രോമാഞ്ചകഞ്ചുകമായിരുന്നു. പ്രഭാതമായെന്നറിയപ്പോൾ അവരൊക്കെ സ്വസ്ഥാനങ്ങളിലേക്ക് പോകുവാനായി ഗംഗാജലത്തിലിറങ്ങി. ആ സമയത്ത് ഏതേത് സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം പോകുവാനെന്നുണ്ട് ഉറപ്പിച്ചോ അവർക്കൊക്കെ പോകാമെന്ന് വ്യാസൻ കൽപ്പിച്ചു. അപ്പോൾ പതിവ്രതകളായ അനേക സ്ത്രീകൾ ഭർത്താക്കന്മാരോട് കൂടി പോകുവാൻ തയ്യാറായി. അവർ ഗംഗാജലത്തിൽ ഇറങ്ങിയതോടുകൂടി അവരുടെ ശരീരം ജലത്തിൽ വീഴുകയും അവർ ദിവ്യ ശരീരങ്ങളായി തീരുകയും ചെയ്തു. തങ്ങളുടെ ഭർത്താക്കന്മാരോടുകൂടി പതിലോകത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതുപോലൊരു ആശ്ചര്യം ലോകത്തുണ്ടാകുവാൻ വയ്യുന്ന നിലയിൽ എല്ലാവരും ആശ്ചര്യപരതന്ത്രരായി. അസാധാരണവും അമാനുഷനവുമായ ഒരു ദിവ്യാനുഭൂതിയാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടത്. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും യുധിഷ്ഠിരനുമെല്ലാം സന്തുഷ്ടനും അത്യന്തം ചരിത്രാർത്ഥനുമായി. അപ്പോഴേക്കും അരുണോദയമായി. പ്രഭാതം പൊട്ടിവിടർന്നു. എല്ലാവരും ശതയു ആശ്രമത്തിലെത്തി. യുധിഷ്ഠിരനും സഹോദരന്മാരും ഇനി നാട്ടിലേക്ക് മടങ്ങി രാജഭാരത്തിൽ ശ്രദ്ധിക്കണമെന്ന് വ്യാസൻ നിർദ്ദേശിച്ചു. അവരെ ഉടൻ തന്നെ മടക്കി അയക്കണമെന്ന് ധൃതരാഷ്ട്രനോടും ആവശ്യപ്പെട്ടു. വ്യാസാചാര്യന്റെ നിർദ്ദേശത്തെ മാനിച്ച് യുധിഷ്ഠിരാദികൾ ഹസ്തിനാപുരിയിലേക്ക് അന്തഃപുര സ്ത്രീകളോടും പരിജനങ്ങളോടും കൂടി മടങ്ങുവാൻ തയ്യാറായി. ധൃതരാഷ്ട്രനും ഗാന്ധാരിയും കുന്തിയും കൂടി അവരെ യാത്രയാക്കുകയും ചെയ്തു. ഹസ്തിനാപുരിയിൽ തിരിച്ചെത്തിയ പാണ്ഡവന്മാർ രാജകാര്യങ്ങളിൽ ഏർപ്പെട്ടു. അവരുടെ ദുഃഖം മിക്കവാറും ശമിച്ചു കഴിഞ്ഞിരുന്നു. അവർ രാജഭോഗങ്ങളോടുകൂടി അരമനയിൽ സസുഖം പാർത്തു വന്നു. ഇപ്രകാരം 3 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നാരദ മഹർഷി അപ്രതീക്ഷിതമായി അരമനയിൽ വന്നുകയും ചെയ്തു. വളരെ നാളുകൂടി കാത്തിരുന്ന മഹർഷിയെ പെട്ടെന്ന് കണ്ടപ്പോൾ പാണ്ഡവർ അത്ഭുതപ്പെട്ടുവെങ്കിലും വളരെ സന്തോഷത്തോടെ പൂജിച്ച് സ്വീകരിച്ചു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ധൃതരാഷ്ട്രന്റെയും മറ്റും കാര്യങ്ങൾ പാണ്ഡവർ നാരദ മഹർഷിയോട് തിരക്കി. മഹർഷി സാവധാനത്തിൽ മറുപടി പറയുവാൻ തുടങ്ങി. യുധിഷ്ഠിര, കുറച്ചു കാലമായി ഞാൻ പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു.
ഇപ്പോൾ ബഹരിദ്വാരത്ത് പോയി ഗംഗയിൽ സ്നാനം കഴിച്ച് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ച് ഈ വഴി വന്നതാണ്. കുരുക്ഷേത്രത്തിലും പോയിരുന്നു. ധൃതരാഷ്ട്രനും ഗാന്ധാരിയും കുന്തിയും ഈ തികച്ച ശരീരത്തെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി. ആ വിവരം അങ്ങേ അറിയിക്കാമെന്നുകൂടി ഉദ്ദേശിച്ചാണ് ഇവിടെ വന്നത്. ശതയു ആശ്രമത്തിൽ താമസിച്ചിരുന്ന ധൃതരാഷ്ട്രനും മറ്റും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി. പിന്നീട് ഗംഗാതീരത്ത് ഒരു കുടിൽ കെട്ടി അതിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം പതിവ് പോലെ അവർ ഗംഗയിലേക്ക് പോയി സ്നാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഘോരമായൊരു കാറ്റ് വീശുവാൻ തുടങ്ങി. അവരുടെ പർണശാലയ്ക്ക് അടുത്തെത്തിയപ്പോൾ 4 ഭാഗത്തെയും കൂടി അഗ്നിയാഴക്കെത്തി വരുന്നതായി കണ്ടു. അനിലന്റെ അക്കം വർദ്ധിപ്പിച്ചു. അഗ്നി കെടുത്തുവാൻ ഒരു മാർഗവും കണ്ടില്ല. സഞ്ജയനെ വളരെ നിർബന്ധിച്ച് ധൃതരാഷ്ട്രൻ പറഞ്ഞയച്ചു. ധൃതരാഷ്ട്രൻ അഗ്നിയിൽ തന്നെ തൻ്റെ ശരീരം ആഹൂതി ചെയ്യുവാൻ തീരുമാനിച്ച് അഗ്നിമധ്യത്തിലേക്ക് നടന്നു. ഗാന്ധാരിയും കുന്തിയും അദ്ദേഹത്തെ പിന്തുടർന്നു. അവരുടെ ശരീരം അഗ്നിയിൽ വെന്തിരിഞ്ഞു. രക്ഷപ്പെട്ട സഞ്ജയൻ കുരുക്ഷേത്രത്തിലുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അദ്ദേഹവും മറ്റു ചില മഹർഷിമാരും പറഞ്ഞാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. ഞാനവിടെ പോയിരുന്നു. വെന്തിരിഞ്ഞ നിലയിലുള്ള ധൃതരാഷ്ട്രാദികളുടെ ശരീരവും ഞാൻ കണ്ടു. ഇതിൽ വ്യസനിക്കാനൊന്നുമില്ല. അവർ മൂവരും സ്വർഗം പോയിക്കഴിഞ്ഞു. യുധിഷ്ഠിരാദികൾ ഇത് കേട്ട് ദുഃഖവിവശരായി. ഈ വാർത്ത അരമനയിലാകെ വ്യാപിച്ചു. അന്തഃപുര സ്ത്രീകളെല്ലാം വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. വിവരം കേട്ടറിഞ്ഞ പുരവാസികളും ദുഃഖാക്രാന്തരായി. അല്പസമയം കൊണ്ട് ഹസ്തിനപുരമാകെ ദുഃഖപർവിതമായി മാറി. യുധിഷ്ഠിരനും അനുചരന്മാരോടും കൂടി ഉടൻ തന്നെ ഗംഗാതീരത്തേക്ക് യാത്രയായി. ധൃതരാഷ്ട്രൻ താമസിച്ചിരുന്ന പർണശാലയിലെത്തി വെന്തുരുകിയ ജലങ്ങൾ കണ്ടു. അവരുടെ അസ്ഥികളെടുത്ത് ഗംഗയിൽ നിക്ഷേപിച്ചു. മരിച്ചവർക്ക് തിലോധകൻ കൊടുത്തു. 12 ദിവസത്തെ അശ്വജാമചാരം കൊണ്ട് ഗംഗാതീരത്ത് കഴിച്ചുകൂട്ടിയ ശേഷം വിപുലമായ തോതിൽ ദക്ഷിണയും ധാന്യവും നൽകി ശ്രാദ്ധവും കഴിച്ച് പാണ്ഡവർ അരമനയിലേക്ക് മടങ്ങി. ഇതോടുകൂടി മഹാഭാരതം ആശ്രമവാസിക പർവവും സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് മഹാഭാരതം മൗസല പർവമാണ്. തുടരും.